കരളും മിഴിയും കവർന്നു മിന്നി കരിയൊറ്റൊരാലസൽ ഗ്രാമഭംഗി. മലയാളത്തിന്റെ ഗന്ധർവ കവി ചങ്ങമ്പുഴ പാടിപ്പുകഴ്ത്തിയത് ഈ ഗ്രാമഭംഗിയെപ്പറ്റിയാണ്. തുറയൂർ ഒരു തവണ കണ്ടവർക്ക് ഇങ്ങനെ തോന്നുക സ്വാഭാവികം. ഇതാണ് അകലാപ്പുഴ. ഒരു തടാകം പോലെ ആലസ്യം പൂണ്ടുറങ്ങുകയാണിത്. കുറുമ്പനാടിന്റെ നാടീഞരമ്പായി വടക്ക് കുറ്റ്യാടിപ്പുഴയുണ്ട്. തെക്കുകിഴക്കായി ഋതുഭേദങ്ങളിൽ ഭാവം മാറുന്ന ചെറുപുഴയും. 3 പുഴകളും ഓളക്കൈകൾ നീട്ടി തഴുകിയുണർത്തുന്ന ഒരു കൊച്ചുനാട്. ശാലീന ഗ്രാമഭംഗി തൊയിലുണരുന്ന തുറകളുടെ ഊര് തുറയൂർ. ആരും കൊതിക്കുന്ന സ്വപ്നഭൂമി പോലെയാണ് തുറയൂർ. ആകാശക്കാഴ്ചയിൽ രമണീയമായൊരു ദീപം തോന്നും. കുന്നും മലയും തോടും തടാകവും വയലും ചെരിവും ചതുപ്പും നിറഞ്ഞ ഗ്രാമാന്തരങ്ങൾ, പ്രകൃതി കനിഞ്ഞരുളിയ ഹരിതകേദാരം. ഭൂഭാഗങ്ങളിലെ വൈവിധ്യം ഒരു നാടിനെ അത്രമേൽ സുന്ദരമാക്കുന്നു. 1887 മലബാറിന്റെ പ്രാചീന ചരിത്രമെഴുതിയ വില്യം ലോഗൻ ഏലത്തൂരിൽ നിന്ന് ആരംഭിച്ച ഒരു തോണിയാത്രയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അകലാപ്പുഴയുടെ ഓളപ്പരപ്പിൽ നിന്ന് കണ്ട ഈ നാടിനെപ്പറ്റി മലബാർ മാന്യലിൽ അദ്ദേഹം വാചാലനാകുന്നു. മണൽത്തിട്ടകൾക്ക് മീതെ സുഖനിദ്ര കൊള്ളുന്ന മുതലകളെപ്പറ്റിയും നീലജലപ്പരപ്പിൽ ഊളിയിടുന്ന നീർനായയുടെ കുട്ടികളെപ്പറ്റിയും അദ്ദേഹം പ്രതിപാദിക്കുന്നു. ഗ്രാമഭംഗി ആവോളം പകർന്ന് വൃക്ഷലതകൾ തലയാട്ടി സ്വാഗതമരുളുന്ന നാടാണ് ലോകന്റെ കാഴ്ചയിൽ തുറയൂർ. കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി താലൂക്കിൽ മേലടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള തുറയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിസ്തൃതി 10.48 ചതുരശ്ര കിലോമീറ്ററാണ്. മണിയൂർ, ചെറുവണ്ണൂർ, മേപ്പയ്യൂർ, തിക്കോടി, മൂടാടി, കീഴരിയൂർ, പയ്യോളി എന്നീ 7 പഞ്ചായത്തുകളുമായി അതിർത്തി പങ്കിടുന്ന ദേശം. 1962 സ്പെഷ്യൽ ഓഫീസറുള്ള തുറയൂർ പഞ്ചായത്ത് നിലവിൽ വന്നെങ്കിലും അടുത്ത വർഷമാണ് ആദ്യത്തെ ഭരണസമിതി അധികാരമേറ്റത്. 1969 തുറയൂർ പഞ്ചായത്തിനെ തുറയൂർ, കീഴരിയൂർ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു. തുറയൂർ എന്ന വാക്കിന് തുറമുഖത്തിന്റെ നാട് എന്നും അർത്ഥമുണ്ട്. ശതാബ്ദങ്ങൾക്ക് മുൻപ് ഇവിടെ തുറമുഖമുണ്ടായിരിക്കാനുള്ള സാധ്യതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. മറ്റു ദിക്കിൽ നിന്നും കടവുകൾ കടന്നാണ് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നത്. അനേകം തുറകളുള്ള അഥവാ കടവുകളുള്ള നാട് എന്നർത്ഥത്തിൽ തുറകളുടെ ഒരു കാലാന്തരത്തിൽ തുറയൂരായി മാറിയതാവാം. പണ്ട് ബ്രാഹ്മണർ കൂടുതലായി അധിവസിച്ച പ്രദേശമായിരുന്നത്രേ തുറയൂർ. തുറവൻ എന്നാൽ ജ്ഞാനി എന്നർത്ഥം. തുറവന്മാരുടെ ഊര് ചുരുങ്ങി തുറയൂർ ആയെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല. ഇതാണ് പയ്യോളി അങ്ങാടി. പഴയ കുറുമ്പനാട് താലൂക്കിലെ പ്രധാന കച്ചവട കേന്ദ്രം. തുറയൂർ പഞ്ചായത്തിന്റെ ആസ്ഥാനം ഇന്ന് പയ്യോളി അങ്ങാടിയാണ്. പയ്യോർമല മുത്തശ്ശിയുടെ ക്ഷേത്രം ഈ പഞ്ചായത്തിലെ തോലേരിയിലായിരുന്നു. പയ്യോളിയിടം എന്ന പേരിൽ നിന്നാവാം പ്രദേശത്തിന് പയ്യോളി എന്ന പേര് ലഭിച്ചത്. ചരിത്രസ്മൃതികൾ ഇരമ്പുന്ന ഇടങ്ങളാൽ സമൃദ്ധമാണ് ഈ കൊച്ചുദേശം. ത്യാഗോജ്വലമായ ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് ധീരദേശാഭിമാനികളാൽ പ്രചോദിതമായ കഥ തുറയൂരിനും പറയാനുണ്ട്. കേരളഗാന്ധി കേളപ്പജിയുടെ ജന്മം കൊണ്ട് ധന്യമാണിവിടം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അയിത്തോച്ചാടനം, നൂൽനൂൽപ്പ്, വസ്ത്രനിർമ്മാണം, മദ്യവിരുദ്ധ സമരം എന്നീ മേഖലകളിലെല്ലാം വിശിഷ്ട സംഭാവന നൽകാൻ തുറയൂരിന് സാധിച്ചു. ചർക്കയുടെ ശബ്ദം മുഖരിതമാകുന്ന ഖാദി ഭവനിൽ ജീവിതത്തിന്റെ ഊടും പാവും നെയ്യുന്ന സ്ത്രീകളെ ഇന്ന് നമുക്ക് കാണാം.
1934 ഹരിജനോദ്ധാരണ പ്രവർത്തനം കാണാൻ മഹാത്മാഗാന്ധി നേരിട്ടെത്തിയ കഥയോർക്കുമ്പോൾ തുറയൂരുകാർ ഇന്നും അഭിമാനപുളകിതരാവും. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് വിനോബാജി ഉൾപ്പെടെ ഈ നാട് സന്ദർശിച്ച ചരിത്രപുരുഷന്മാർ ഇനിയുമേറെ. പിൽക്കാലത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഇവിടെയെത്തി. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിച്ചതാണ് പാക്കനാർപുരത്തെ ശ്രദ്ധാനന്ദ വിദ്യാലയം. അവർണർക്ക് വിദ്യയുടെ പുതിയ ലോകം തുറന്നുകൊടുത്തു ഇവിടം. നല്ലമ്പ്രക്കുന്നിൽ 8 ഏക്കർ സ്ഥലം വാങ്ങി വിദ്യാലയം സ്ഥാപിച്ചത് കേളപ്പജിയാണ്. പ്രദേശത്തിന് പാക്കനാർപുരം എന്ന് വിളിച്ചതും അദ്ദേഹമാണ്. കെ കേളപ്പൻ, എ കെ ഗോപാലൻ, ആനന്ദതീർത്ഥൻ തുടങ്ങിയ മഹാരഥർ വിദ്യാലയത്തിൽ അധ്യാപകരായെത്തി. 1934 ഗാന്ധിജിയുടെ സന്ദർശനത്തോടെ ഇവിടം ഗാന്ധി സദനമായി മാറി. ഗാന്ധി സദനം ഇന്ന് ചരിത്ര സ്മൃതികളാൽ സഞ്ചാരികളെ ആകർഷിക്കുന്നു. കേളപ്പജി താമസിച്ച മുറി ഇവിടെയുണ്ട്. ഗാന്ധിജിയും വിനോബാജിയും മഹാകവി വള്ളത്തോളും കെ പി കേശവമേനോനും എ കെ ജിയും സ്വാമി ആനന്ദതീർത്ഥനും ഉൾപ്പെടെ പ്രഗത്ഭമതികൾ ഈ മുറിയിൽ നിന്നാണ് കേളപ്പജിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഗാന്ധി സ്മാരകനിധി ചെയർമാനായ കാലത്ത് കേളപ്പജി നൂൽനൂറ്റ ചർക്ക, അദ്ദേഹത്തിന്റെ അപൂർവ ഫോട്ടോകൾ, ഉപയോഗിച്ച കട്ടിൽ, വിശേഷ വാർത്തകൾ ഉൾക്കൊള്ളുന്ന പത്രശേഖരം, പുസ്തകങ്ങൾ തുടങ്ങിയ ചരിത്ര കൗതുകങ്ങൾ ഗാന്ധി സദനത്തെ ശ്രേഷ്ഠമാക്കുന്നു. കുറ്റ്യാടിപ്പുഴയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന ഇന്നത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനും കഥകളേറെ അയവിറക്കാനുണ്ട്. മുൻപ് ഇത് ട്രാവലേഴ്സ് ബംഗ്ലാവായിരുന്നു. ഉയർന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമായി നിർമ്മിച്ച ടിബിയിൽ വില്യം ലോഗനും കനോലി കനാൽ രൂപം കൊടുത്ത കനോലി സാഹിബും താമസിച്ചെന്ന് പഴമക്കാർ പറയുന്നു. വിദ്യാഭ്യാസ രംഗത്ത് തുറയൂരിന് മറക്കാനാവാത്ത പേരാണ് കുഞ്ഞിമൂസ മൗലവിയുടേത്. 4 പ്രാഥമിക വിദ്യാലയങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. പള്ളിക്കുനി, പാറയമ്മൽ, ഇരിങ്ങത്ത് MLP, പയ്യോളി സൌത്ത് ALP എന്നിവ. മനോഹരമായ ക്യാമ്പസോടുകൂടിയ AV അബ്ദുറഹിമാൻ ഹാജി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുറയൂരിന്റെ